ഹലോ, ആ ഞാനാണ്. ആ ഡോക്ടർ നിയന്ത്രിക്കണം അവിടെ. ആ പിന്നെ രോഗികൾ മൊത്തം തിരക്കാണ്, ഭയങ്കര ബിസിയാണ് ഞാൻ. അപ്പൊ നമുക്ക് ഇന്ന് വെച്ചേക്കുന്ന സിനിമ നമുക്ക് നാളെ പോവാം. ഇന്ന് തന്നെ പോണമെന്നാ? ഞാൻ പറഞ്ഞ മനസ്സിലാക്കി. ഇന്ന് ഭയങ്കര രോഗികൾ ഒരുപാടുണ്ട്, ഇന്ന് നടക്കില്ല. ഇപ്പൊ റിലീസായ സിനിമയാണ്, പഴയ സിനിമയൊന്നും അല്ല. നാളെ ചെന്നാലും ടിക്കറ്റ് കിട്ടും. അത്ര നിർബന്ധമാണ്, നീ പോയിക്കോ. സെവനിടും. ഞാൻ പറഞ്ഞേക്ക്, ഞാൻ നാളെ വന്നിട്ട് പോവാം. ഇവിടെ ഭയങ്കര തിരക്കാണ്, ഒരുപാട് രോഗികളുണ്ട്, പിന്നെ എമർജൻസി ഓപ്പറേഷൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ അനുസരിക്ക്, ചീത്ത പറയാതെ. എന്താ അയ്യ ഇല്ല, ഞാൻ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു. ഓക്കെ, ഇല്ല ഞാൻ വരാം, നോക്കട്ടെ. വളരെ തിരക്കായ സമയത്ത് മൊത്തത്തിൽ ആൾക്കാരായിരിക്കും. എങ്ങനെയെങ്കിലും സ്വകാര്യമായിട്ട് കുറച്ചു നേരം ഇരിക്കാന്ന് പറഞ്ഞാൽ ഒരു സമാധാനം കിട്ടൂല. സൂസിയാണെങ്കിൽ ഇന്ന് വളരെ കാലം കൂടി ഇത്തിരി ആത്മാർത്ഥത്തോട് പെരുമാറിയതാണ്, അതും ഒക്കെ നശിപ്പിച്ചെടുത്ത്. എന്തായാലും കിടന്നു വാ. ഭാഷ 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 ആരാണ് നീ? ആരി ഏതൊക്കെ കണ്ട മൃഗങ്ങളെ ഇതിനകത്തേക്ക് കയറ്റിവിടെ ഇവന് ബോധമില്ല. അതിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ 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 ഏത് സൈസ് സാധനങ്ങളാണ് ഇങ്ങോട്ട് പോന്നേക്കണത്? നീ പഞ്ചാബ്, ഉറുദു, കർണാടക, മറാഠിയോ, ബംഗാളി, നേപ്പാളി അല്ലെങ്കിൽ എരപ്പാളിയാ? ഏതാണ് നീ? പൊന്നെ ദൈവം, ഭാര്യക്കോടി എല്ലാം കൂടി അങ്ങോട്ട് തന്ന്. കുളിച്ചിട്ട് വെള്ളം കളയരുത്, കുട്ടികൾക്ക് പേരെല്ലാം മഷിയായിട്ട് ഉപയോഗിക്കാം. കേട്ടല്ല, ഒന്ന് തൊട്ടോട്ടെ, മീശ കർപ്പിക്കാനാണ്. അസലായിട്ടുണ്ട്. എന്താ അതിന്റെ പേരെന്താണ്? എന്ത്? എന്റെ പൊന്നോ, ഇവനെ കാരാണ് ഈ സാധനങ്ങൾ അല്പം പോലും ബുദ്ധി. എടാ, നിന്റെ കൂടെ ആരെങ്കിലും വന്നിട്ടുണ്ട്? ആരാ വന്നേക്കണം? ഗുഡ് മോർണിംഗ് ഡോക്ടർ. മാഡം ഇരിക്കൂ. അയ്യോ, മാഡത്തിന്റെ വീട്ടിൽ വേലക്കാരനാണോ ഇത്? പഞ്ചസാര ഇവിടെ കാപ്പിപ്പൊടി ഡോക്ടർ, എന്റെ ഭർത്താവ് അത്. ഇത് ഭർത്താവോ? എന്താടാ ഇത്? എന്താ പറയാ? ഡോക്ടറെ പോടാ. ക്ഷമിക്കണം ഡോക്ടർ, പുള്ളിക്കാരൻ്റെ ഒരു ഹോബി അത്. എന്റെ ദൈവമേ, ഇത് മാഡത്തിന്റെ ഹസ്ബൻഡാണോ? എന്റെ ഹസ്ബൻഡ്. എനിക്ക് അൺകോൺഷ്യസ്, എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ഡിസ്പോസിബിൾ വെറൈറ്റി ഓഫ് ദ ഡിസ്നട്സ്. സമ്മതിച്ചിരിക്കുന്നത് ഞാൻ. അതൊക്കെ പോട്ടെ, ഇനി അടുത്ത് വരൂ. ഇനി എത്ര സ്ത്രീധനം കൊടുത്തിട്ടാണ് മാഡം ഇവനെ ഭർത്താവായിട്ട്? 2 ലക്ഷം രൂപ, 2 മാരുതി കാറും. 2 ലക്ഷം രൂപ 2 മാരുതി കാറും ഇവന് കൊടുത്തിട്ടാണോ ഇവന്റെ ഭാര്യയായിട്ട് നിങ്ങൾ പോയത്? പക്ഷെ ഞാൻ കൊടുത്താലേ എനിക്ക് ഇങ്ങോട്ട് അവിടെ നിന്നല്ലോ. എരിമ എന്ന DHMS DLP പാസ്സായിട്ടുള്ള ഒരു ഡോക്ടറെ എന്റെ ഹോസ്പിറ്റലിൽ കയറിയിട്ട് എരിമയെന്ന് വിളിക്കണം. ക്ഷമിക്കണം ഡോക്ടറെ, പുള്ളിക്കാരൻ എരുമയും പോത്തിനും കണ്ട തിരിച്ചറിയത്തേയില്ല. പല പിടുമരണങ്ങളെയും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെ പെട്ടുപോയ ഒരു പിടുമരണത്തിന് ഞാൻ ആദ്യമായിട്ട്. മാഡത്തിന് ഇതിന്റെ ആവശ്യമായിരുന്നില്ല കേട്ടാ. മാഡത്തിന് ഒരു പ്രാവശ്യം ഇതിനു മുമ്പ് എപ്പോഴെങ്കിലും എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വന്നിരുന്നെങ്കിൽ ഈ ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിൽ എങ്ങനെയെങ്കിലും. ഇതിപ്പോ പെട്ടുപോയി. കേൾക്കുന്നുണ്ടല്ലോ, എന്താ അസുഖം എന്താണ് മാഡത്തിന്? അവിടെ നിന്നോട്ടെ ഡോക്ടർ. എന്തിനാണ് കൂടിയ പോലെയാണ് സൂര്യന്റെ അടുത്ത്? മിണ്ടരുത്, നീ മിണ്ടരുത്, നീ ശബ്ദിക്കരുത്. കേക്കട്ടെ ഡോക്ടറെ, ഞാൻ ഉറങ്ങാൻ നേരത്തെ ഭയങ്കരമായിട്ട് സ്വപ്നം കാണാം ഡോക്ടർ. സ്വപ്നം കാണുന്നു. ഈ സ്വപ്നം എന്ന് പറഞ്ഞ ഒരു അൺകോൺഷ്യസ് ഡിസോഷ്യസ് സംഭവങ്ങളാണ്. മനുഷ്യന്റെ അബോധാവസ്ഥയിൽ നിന്ന് ബോധാവസ്ഥ തലത്തിലേക്ക് നമ്മുടെ മനസ്സുകൾ പറയുമ്പോൾ നമുക്ക് സംഭവിക്കാവുന്ന രീതിയിൽ നമ്മൾ അല്ല, അതിങ്ങനെ സംഭവിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൾസുകൾ നാടിയെടുപ്പിന്റെ സെർബ്രത്തിന്റെ ഉറപ്പുള്ള ഘട്ടങ്ങളിലേക്ക് നമ്മുടെ മസ്തിഷ്ക ജ്വരങ്ങൾ കാര്യങ്ങളെല്ലാം വലിക്കും.
എന്താണ് ഒന്ന് മോളെ വലിയ തമാശക്കാരനാണല്ലേ? കുഴപ്പമൊന്നുമില്ല. ശ്വാസം മേലോട്ട് എടുക്കരുത്, മേലോട്ട് കുറച്ച് കൊടുത്ത്. എല്ലാ കവളാപ്പിള് പോലെ ഇരിക്കുന്നു. മേടൊക്കെ സത്യം പറഞ്ഞ പെട്ടുപോയതാണ്ട് ഇത്. പൊള്ളാച്ചിൽ നിന്ന് എരുമ പലമ്പുഴ ഡാം കണ്ടതുപോലെ ഇപ്പൊ ഇതൊക്കെ. സ്വപ്നം കാണാറുണ്ടല്ലേ? ഇത് ഏതാണ് സാധനം? നിനക്ക് ഏത് ഭാഷ അറിയാടാ? നിനക്ക് ഏത് ഭാഷ അറിയാം? നിനക്ക് എടാ നീ ആദ്യം ചുവരെ മലയാളം പറയാൻ പഠിക്കുന്നു. എന്ത് എന്താണ്? നീ പോമോനെ ദിനേശ്. നീ മാറിക്കട ദിനേശ. പക്ഷെ അവിടെ നിന്നോട്ട് എന്റെ ഹസ്ബൻഡ് അല്ലേ ടിങ്കു. ഡോക്ടറെ ഞാനേ ഉറക്കത്തിലേ ഭയങ്കരമായിട്ട് സ്വപ്നം കാണോ ഡോക്ടറെ? മറിക്കും. ഉറക്കം നന്നായിട്ട് കിട്ടാത്തതുകൊണ്ട് ഒരു കുഴപ്പമാണത്. സാരമില്ല, രണ്ടാഴ്ചത്തേക്ക് ഞാൻ ഇവിടെ അഡ്മിറ്റ് ചെയ്യാം. ആരും കൂടെ നിൽക്കണമെന്നില്ല. അയ്യോ അഡ്മിറ്റ് ചെയ്യണ്ട ഡോക്ടർ. പേടിപ്പിക്കുന്ന ടൈപ്പ് സ്വപ്നങ്ങളാ. ഏത് സ്വപ്നങ്ങളാണ് കൂടുതലും കാണുന്നത്? ഡിസ്കവറിയോ അല്ലെങ്കിൽ ജിയോഗ്രഫിയോ? അതല്ല, പിന്നെ പേടിപ്പിക്കുന്ന ടൈപ്പ്. ഏത് ടൈപ്പാണ്? ജിയോഗ്രഫി ജുറാസിക് ആണോ? അതല്ല. ദിനോസർ ആണോ? അല്ല. ഡ്രാക്കുളയാണോ? ആ ഊളയല്ല. പിന്നെ ഏത് ഊളയാണ്? ഒരു പ്രത്യേക ടൈപ്പ്. ഞാൻ ഓർത്തു കഴിഞ്ഞാൽ കിട്ടി കിട്ടി കിട്ടി. ഭീകരജീവി, ഭയാനകമായിട്ടുള്ള ആ ജീവിയെ സ്വപ്നം കാണുന്നു. ധൈര്യമായിട്ട് പറയൂ. പാറ്റക്കുട്ടിയില്ലേ ഡോക്ടർ? ബേബി പാറ്റ, സ്മോൾ പാറ്റയില്ലേ? ഈ പാറ്റക്കുട്ടി കാലിലൂടെ നക്കുന്നതായിട്ട് സ്വപ്നം കാണാം ഡോക്ടർ. പാറ്റക്കുട്ടി 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 കാലിൽ നക്കുന്നതായിട്ട് സ്വപ്നം കാണാം. പേടിക്കുന്നു. ഉറക്കമനിയില്ല. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 15 വർഷമായി. നീ മിണ്ടരുത്, നീ സംസാരിക്കരുത് എന്റെ അടുത്ത്. വെറുക്കപ്പെട്ട ജന്തുവാണ് നീ പറയും. 15 വർഷം. 15 കൊല്ലമായി. 15 കൊല്ലമായിട്ട് ഈ എരുമ മോറന്റെ കൂടെ ജീവിച്ചിട്ട് ഭയമില്ലാത്ത നിങ്ങൾ കേവലം ഒരു പാറ്റക്കുട്ടിയെ കണ്ടപ്പോൾ സ്വപ്നം കണ്ട് ഞെട്ടുന്നു, പേടിക്കുന്നു. ഈ ഊളമ ഡയലോഗ് പറയാൻ വന്നത് ഓ ഉള്ളേ